ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അറി ഹാപ്പി. 1 പത്രോസ് 5 അധ്യായം 6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും കൂടി നിന്നാൽ അവിടുന്ന് ദൈവം നമ്മളെ ഉയർത്തും. കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. പഴയ നിയമത്തിൽ ജോബിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ജോബിൻ്റെ സുഹൃത്തുക്കൾ വന്ന് ജോബിനെ കളിയാക്കുകയും പരിഹസിക്കുകയും പാപി എന്ന് വിളിച്ച് അവനെ മുദ്രകുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജോബ് അവരോട് സഹിക്കുകയും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിനയത്തോടെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തപ്പോൾ ദൈവം ജോബിനെ നഷ്ടപ്പെട്ടതെല്ലാം 2 ഇരട്ടിയായി നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ദൈവസന്നിധിയിൽ വിനയത്തോടും എളിമയോടും കൂടി നിൽക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.